ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 15 എൻ്റെ ഗീവ് അവേൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നത് ഇന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് സെലക്ട് ചെയ്ത് ആ കമൻറ്റർക്കായിരിക്കും ഗീവ് അവേ കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ആരും വിഷമിക്കേണ്ട. ഇതിനകത്ത് ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ കുറച്ച് കമൻറ്റ്സൊക്കെ വന്നിരുന്നു. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആരും വിഷമിക്കേണ്ട. എന്തായാലും എൻ്റെ ചാനൽ ഇപ്പം ചെറിയ ചാനലാണല്ലോ, അത് അനുസരിച്ചെന്ന് പറയുന്നില്ല, എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഗീവ് അവേ ഇതുപോലത്തെ ചെറിയ എന്നാലാവുന്ന പോലെ ചെറിയ ഗീവ് അവേകൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ, ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്ത് ഈ ഗീവ് അവേ കൊടുക്കുമെന്നായിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരേ രീതിയിലുള്ള കുറേ കമൻറ്റ്സ് വന്നിരുന്നു. പക്ഷേ എന്നാലും അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് ഉണ്ട്. അതിങ്ങനെയായിരുന്നു: എന്നും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കണം, നമ്മളൊക്കെ ഇല്ലേടോ, ഇപ്പം വ്യൂ കുറവാണെങ്കിലും വീഡിയോ ഇടുന്നതിനനുസരിച്ച് വ്യൂ കൂടിക്കോളും. പിന്നെ ആ കമൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: 500 ലൈക്കായിട്ടല്ലേ താൻ ഈ ഗീവ് അവേ കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നത്, താൻ 500 ലൈക്കായിട്ട് തന്നെ ഈ ഗീവ് അവേ കൊടുത്താൽ മതിയടോ, നമ്മളൊക്കെ ഇല്ലേടോ. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ആ കമൻറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കമൻറ്റ് ഇട്ട ആരാണെന്ന് എനിക്കറിയില്ല, ഈ കമൻറ്റ് ഇട്ട ആൾക്ക് ഈ ഗീവ് അവേ കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പം ഈ ചേച്ചി ഞാൻ ഈ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിൽ എപ്പോഴും ഇങ്ങനെ കമൻസ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കമൻ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ചേച്ചിക്ക് തന്നെ ഈ ഗീവ് അവേ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻ്റ് ഇട്ടിട്ട് വീഡിയോസ് ഈ ഗീവ് അവേൻ്റെ എന്താ ചേച്ചി കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞ് തന്നെ കുറേ പേരിട്ടു. അങ്ങനെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഇട്ട കുറേ കമൻറ്റ് പ്രകാരമാണ് ഞാൻ ഈ ഗീവ് അവേൻ്റെ വീഡിയോ വീണ്ടും ഇടാൻ കാരണം തന്നെ. പക്ഷെ എനിക്ക് ആ കൊച്ചിന് എന്തുകൊണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നൊക്കെ ഡാമേജ് ആവില്ലേ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, അങ്ങനെ കൊടുക്കാനൊരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ കൊടുക്കണോ വേണ്ടിയോ, അത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ, കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. അത് എനിക്കൊരു ഡൗട്ടായിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും ഈ കമൻറ്റ് ഇട്ടാൽ ഞാൻ എന്തായാലും ഈ ഗീവ് അവേ കൊടുക്കും. ഇനി അങ്ങനെ നിങ്ങൾ കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇനി എന്നാലാവുന്ന പോലെ വീഡിയോ ഇടുമല്ലോ, അപ്പോൾ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ സാധനങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ കൊടുക്കും. നിങ്ങളത് വേണോ വേണ്ടിയോ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇടുന്നേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഗീവ് അവേൻ്റെ വിന്നറിൻ്റെ കമൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കമൻറ്റ് ഇട്ട ആൾക്കായിരിക്കും ഈ ഗീവ് അവേ ഞാൻ കൊടുക്കുന്നത്. ഈ കമൻറ്റ് ഇട്ട ആരാണെങ്കിലും എൻ്റെ ഇൻസ്റ്റാ ID ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റാ ID കയറിയിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഞാനപ്പോൾ ഇത് അവർക്കിങ്ങനെ കൊറിയർ വഴി അയച്ചു കൊടുക്കും. അയച്ചു തരാം, ആരെന്നറിയില്ലല്ലോ, അയച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കമൻറ്റ് ഇട്ട എല്ലാവർക്കും എന്തായാലും എന്നാലാവുന്നത് പോലെ ഇതുപോലെ ചെറിയ ഗീവ് അവേകൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഈ പ്രാവശ്യം കിട്ടിയില്ല വെച്ചാൽ അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടും. പിന്നെ എൻ്റെ ഈ ഷോർട്സിൻ്റെ അടിയിലൊക്കെ ചെറിയ കമൻറ്റൊക്കെ ഇരുന്നവരൊക്കെ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്തെങ്കിലും എന്നാലാവുന്നത് പോലെ, എൻ്റെ ചാനൽ വളരുന്നതനുസരിച്ച് എന്നാലാവുന്നത് പോലെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.